എറണാകുളം പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതി കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൈഫുന്നീസ അലിയാറുണ്ട് സ്ഥലത്തും. സൈഫുന്നീസ, സംഘർഷ സാഹചര്യമാണ്, വിവരങ്ങൾ പറയും. പള്ളിത്തങ്കാവിലെ 8 വീടുകളാണ് കുടിയൊഴിപ്പിക്കാനായി അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. ആ സംഘം രാവിലെ മുതൽ ഇവിടെ തുടരുകയായിരുന്നു. അതിനുശേഷം പലതവണ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിലും ഈ പ്രദേശവാസികൾ തടഞ്ഞു. ഇടയ്ക്ക് ഡീസൽ ദേഹത്തൊഴിച്ച് ആത്മാഹുതി നടത്തുമെന്ന ഭീഷണി ഉയരുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് പോലീസ് പിൻവാങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ഇവിടേക്ക് കയറാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേരത്തെ ഉണ്ടായതുപോലെ തന്നെ തടയൽ ശ്രമങ്ങളെല്ലാം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും ശക്തമായി പ്രദേശവാസികൾ അകത്തേക്ക് കയറ്റില്ല എന്ന തീരുമാനത്തിലാണുള്ളത്. ഇത് 15ാം തവണയാണ് ഈ രീതിയിൽ തന്നെ പ്രദേശത്തേക്ക് ഈ അഭിഭാഷക കമ്മീഷൻ ജയപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തുന്നത്. കാരണം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാവുകയും അതേ തുടർന്ന് സുപ്രീം കോടതി ഈ ഉത്തരവ് ശരിവെക്കുകയും ചെയ്തു. താമസിച്ചുകൊണ്ടിരിക്കുന്ന 8 കുടുംബങ്ങളെയും കുടിയൊഴിപ്പിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ ആളുകളെ ഒഴിപ്പിക്കാനായി പലതവണയായി ജുഡീഷ്യൽ കമ്മീഷൻ എത്തിയത്. ഇത് 15ാം തവണയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ എത്തിയത്. ഇന്നും ശക്തമായ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 8 വീടുകളും പുറമ്പോക്കിലാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം പെരിയാർ വാലി കനാലാണ് തൊട്ടടുത്തോടെ പോകുന്നത്. അവിടെ കൃത്യമായ സർവേ നടന്നിട്ടില്ല. സർവേ നടത്തിയ ശേഷം സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഉണ്ട് എങ്കിൽ അതെടുക്കുന്നതിൽ തടസ്സമില്ല. പക്ഷേ ഒരു സർവേയും നടത്താതെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഭാഗത്ത് ശക്തമായ സമരം നടക്കുന്നത്. എന്നാൽ ഈ ജലപീരങ്കി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളെ മറികടന്ന് അകത്തേക്ക് കയറാൻ നോക്കുകയാണ് ഇപ്പോൾ പോലീസ് സംഘം ഉള്ളത്. എന്തായാലും ശക്തമായ ഒരു പ്രതിരോധം അവിടെ തീർക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ അകത്ത് കയറി ഈ നോട്ടീസ് ഒട്ടിക്കുന്ന അടക്കമുള്ള നടപടികൾ നടത്തുമെന്നുള്ള ഒരു നിലപാടിലാണ് അഭിഭാഷക കമ്മീഷൻ ഉള്ളത്. പക്ഷേ കൃത്യമായും ഇന്ന് പ്രദേശവാസികൾ ഒരു രീതിയിൽ ഇവരെ അകത്തേക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഉള്ളത്. കഴിഞ്ഞ 4 വർഷമായി ഈ നിയമ പോരാട്ടം ഈ രീതിയിൽ തന്നെ തുടരുകയാണ്. കാരണം 2023 ഇവർക്ക് എതിരായ ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 22 ഹൈക്കോടതി വിധി ഉണ്ടാകുന്നത്. 2023 സുപ്രീം കോടതിയെ ചെയ്തു. അതിനുശേഷം ഈ പ്രദേശവാസി ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നടപടികൾ പല തവണയായി കമ്മീഷൻ നടത്തുകയായിരുന്നു. പക്ഷേ ഒരു രീതിയിലും മറ്റൊരു സ്ഥലം പറയുകയോ അതല്ലെങ്കിൽ അത് കാണിച്ചു തരികയോ ചെയ്യാം ഏകപക്ഷീയമായി കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്ന നടപടിയിലേക്ക് നീങ്ങുമ്പോൾ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ നിലപാട്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ സമരരംഗത്തുള്ളത്. ഇപ്പോൾ സർക്കാർ മാറിയ സ്ഥിതിക്ക് പുതിയ സർക്കാർ സ്ഥാനമേറ്റെടുക്കുകയും ചെയ്ത സ്ഥിതിയിൽ വകുപ്പ് മന്ത്രി ആരാണെന്ന് വ്യക്തമാവുകയും അതനുസരിച്ച് MLA-യും മന്ത്രിയുമായൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു സാവകാശമെങ്കിലും തരണം എന്നുള്ളതായിരുന്നു പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിൻവാങ്ങാൻ ഈ അഭിഭാഷക കമ്മീഷൻ തയ്യാറായിരുന്നില്ല. രാവിലെ പോലീസ് ചെറിയ രീതിയിൽ ബലം പ്രയോഗിച്ചപ്പോൾ പോലും പ്രദേശവാസികൾ ഡീസലടക്കം ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് കുറച്ചു നേരത്തെങ്കിലും പിൻവാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് വീണ്ടും ശക്തമായി അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. കാരണം ഇതിനു മുമ്പ് പലതവണ ഈ നടപടി പൂർത്തിയാക്കാത്തതിന് കോടതിയുടെ വിമർശനം ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു സഹകരണം കിട്ടുന്നില്ല എന്നായിരുന്നു അഭിഭാഷക കമ്മീഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഇതേ തുടർന്ന് പോലീസിനും നിശ്ചിതമായ വിമർശനം പലതവണ കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു ശക്തമായ രീതിയിൽ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ച് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈഫുന്നീസ, ഈ ഉന്നതിയിൽ ആകെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത്? ഇവരെല്ലാവരും തന്നെ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ ഉൾപ്പെടുന്നവരാണോ? ഇപ്പോൾ ഈ പെട്രോൾ അടക്കം ദേഹത്തൊഴിച്ച് പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരം, അവരുടെ മാനസികാവസ്ഥ, അവരുടെ നിലപാട് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ പുതിയ സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഈ പുതിയ സർക്കാരിലേക്ക് ഈ വകുപ്പുകളിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അതിന് കാലതാമസം ഉണ്ടാകും സ്വാഭാവികമായും. അപ്പോൾ ഇന്നുണ്ടാകുന്ന ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം ഇതിനെ ഏത് തരത്തിലാകും നേരിടുക സൈഫുന്നീസ? നിലവിൽ അവിടെ 2 ഏക്കർ 65 സെന്റ് സ്ഥലമാണ് ഉള്ളത്.
ഈ 2 ഏക്കർ 65 സെന്റ് സ്ഥലം ആണ് 8 കുടുംബങ്ങളുടെ കയ്യിലായി ഉള്ളത് എന്നുള്ളതാണ് അഭിഭാഷക പറയുന്നത്. ഈ 8 കുടുംബങ്ങളുമാണ് ഇപ്പോൾ നിലവിൽ അവിടെ താമസിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു വീട്ടിൽ ആൾതാമസമില്ല. പക്ഷേ അവിടെയുള്ളവർ ആശുപത്രിയിലാണ് എന്നാണ് ഈ പ്രദേശവാസികൾ അഭിഭാഷക കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെങ്കിലും നോട്ടീസ് പതിക്കാൻ സമ്മതിക്കണം എന്നുള്ളതാണ് പോലീസിന്റെയും അഭിഭാഷക കമ്മീഷന്റെയും ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ ഈ പ്രദേശവാസികൾ തയ്യാറായിട്ടില്ല. ഈ പെരിയാർവാലി കനാലിന്റെ പാലം കടന്ന് അപ്പുറത്തേക്ക് കയറാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു നിലപാട്. എന്തായാലും ഇപ്പോൾ ഈ ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് ഈ പാലത്തിനപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നടപടികൾക്ക് സാധിച്ചിട്ടില്ല. കാരണം പ്രദേശവാസികൾ വലിയ പ്രതിരോധം തീർക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനകത്തേക്ക് കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സൈഫുനിസ, ഈ വളരെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഉന്നതിയാണ്. അവർക്ക് ആരെങ്കിലുമൊക്കെ നിയമസഹായവുമായിട്ട് രംഗത്തുണ്ടോ? ഇത്തവണ എന്തായാലും ഈ പലതവണ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി എത്തിയെങ്കിലും ഈ ആളുകളുടെ നിലപാട് കാരണമാണ് തിരിച്ചു മടങ്ങേണ്ടി വന്ന ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ ഇത്തവണ കുടിയൊഴിപ്പിക്കൽ ഉറച്ചു തന്നെയാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. അപ്പോൾ ഈ ഉന്നതിയിലെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭ്യമാക്കാൻ സംഘടനകളോ മറ്റോ ഒക്കെ ഉണ്ടോ? ഇവിടെ CPM-ന്റെ കൊടികളൊക്കെ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നുണ്ടല്ലോ. തീർച്ചയായും അവർക്ക് ഇടത് സംഘടനകളുടെ സഹായമുണ്ട്, അവരുടെ പിന്തുണയുമുണ്ട്. അവർ തന്നെയാണ് ഈ സമരരംഗത്ത് ഉള്ളതും. ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. ഇവിടെ നോട്ടീസ് പതിക്കുന്ന നടപടിക്രമങ്ങളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ ശക്തമായ സമരവുമായി ഈ സമരരംഗത്തുണ്ട്. 8 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 8 കുടുംബങ്ങളിലെ ഏകദേശം 150ഓളം ആളുകൾ ഈ കുടുംബങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരാണ് ഇവിടെ ഈ സമരവുമായി ഇപ്പോൾ രംഗത്തുള്ളത്. അതിൽ 80 വയസ്സിന് മുകളിൽ 90 വയസ്സ് വരെയൊക്കെ പ്രായമായ ആളുകളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പല തലമുറകളാണുള്ളത്. 150 വർഷമായി ഇവരിവിടെ താമസിക്കുന്നതാണ്. അന്നൊന്നും ഈ രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഭൂമിക്ക് വില കൂടിയപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒഴിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ നിലപാട്. എന്തായാലും ഇപ്പോൾ അവിടെ ഒരു സംഘർഷസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പോലീസ് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവരുടെ നടപടിക്രമങ്ങളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രദേശവാസികളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുകയും ചെയ്യുന്നത്. എറണാകുളം പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുള്ളത്. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടപടി. വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ സ്ഥലത്ത് നടത്തുന്നത്. വലിയ പോലീസ് സന്നാഹവും കൂടി പ്രദേശത്തുണ്ട്. പ്രതിഷേധിക്കുന്ന ഉന്നതി നിവാസികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നുണ്ട്. മുൻപ് പലതവണ ഈ ഉന്നതിയിലെത്തി കുടിയൊഴിപ്പിക്കൽ ഭീഷണി അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നിരുന്നുവെങ്കിലും പ്രക്ഷോഭത്തെ തുടർന്ന് ഈ ജനങ്ങൾ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരടക്കം പിന്മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ കുടിയൊഴിപ്പിക്കൽ ഉറച്ചാണ് അധികൃതർ എത്തിയിട്ടുള്ളത്. ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച സ്വകാര്യ വ്യക്തിയാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ ഉന്നതിയിലെ കുടുംബങ്ങൾക്കെതിരായാണ് കോടതി വിധി വരികയുണ്ടായി. തുടർന്നാണ് ഈ പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നതെന്നാണ് ഉന്നതിയിലെ കുടുംബങ്ങളുടെ വാദം. പ്രദേശത്തെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇപ്പോഴും സൈഫുനിസ തുടരുന്നുണ്ട്. സൈഫുനിസ, വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ കുടിയൊഴിപ്പിക്കൽ നടത്തിയിട്ട് തിരിച്ചു പോകുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉദ്യോഗസ്ഥർ. എന്തെങ്കിലും ഈ ഉന്നതി നിവാസികൾക്ക് അനുകൂലമായ എന്തെങ്കിലും സാഹചര്യമാണോ നിലവിലുള്ളത്? എന്താണ് സംഭവിക്കുന്നത്? ഉന്നതിയുടെ ഭാഗത്ത് നിന്ന് കോടതിയിലടക്കം അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിലടക്കം തിരിച്ചടി നേരിടുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തി നടപടിക്രമങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ 14 തവണയായി അഭിഭാഷക കമ്മീഷൻ എത്തുകയും അവിടെ നിന്ന് അഭിഭാഷക കമ്മീഷൻ തിരിച്ചു മടങ്ങേണ്ട സാഹചര്യമായിരുന്നു. കാരണം പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധം വളരെ വലുതായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മഹത്യാ ഭീഷണി അടക്കം മുഴങ്ങിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ഇന്ന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. പക്ഷേ പോലീസിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ നിലപാടെടുക്കുകയായിരുന്നു. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ നടപടി വൈകുന്നത് എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കോടതിയെ അറിയിക്കുകയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഉയരുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു അനുമതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ പ്രദേശത്തെത്തി ഈ നോട്ടീസ് പതിപ്പിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുക. പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയാണ്. ബലം പ്രയോഗിച്ച നാട്ടുകാരെ, പ്രദേശവാസികളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കം നടത്തുന്നത്. കുടുംബങ്ങൾ, സ്ത്രീകളും പ്രായമായവരും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടൊരു ഉറപ്പ് ലഭിക്കാതെ ഇവിടെ നിന്ന് പടിയിറങ്ങില്ല എന്ന നിലപാടിലാണ് ഉന്നതിവാസികൾ ഉള്ളത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രതിഷേധക്കാർക്ക് നേരെയാണ് ഈ കരഞ്ഞപേക്ഷിക്കുന്ന സാധാരണക്കാരായ
മധ്യവർഗരായ ജനങ്ങൾക്ക് നേരെയാണ് ഈ പോലീസിൻ്റെ ഈ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന ഈ നടപടി നേരിടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഉന്നത നിവാസികളെ നേരിടുകയാണ്, ബലം പ്രയോഗിച്ച് അവിടെ മാറ്റാനാണ് ശ്രമം നടക്കുന്നത്. സൈഫുന്നിസ, ഈ പുതിയ സർക്കാർ ഇപ്പോൾ അധികാരമേറിയിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ നിരവധി പുതിയ വിഷയങ്ങൾ വകുപ്പ് തലങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്, താമസമുണ്ട്. അപ്പോൾ പുതിയ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ജനപ്രതിനിധികളോ മറ്റോ ഈ പ്രദേശത്തേക്ക് എത്തിയോ ഈ പുതിയ സാഹചര്യത്തിൽ? തീർച്ചയായും ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടുള്ളൂ. മന്ത്രി അടക്കം കണ്ട് സംസാരിക്കാനും MLA അടക്കം കണ്ട് വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു സാവകാശം വേണം എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ അകത്ത് കയറി ഇപ്പോൾ നടപടിക്രമങ്ങൾ നടത്തുന്നത്. ഈ ജുഡീഷ്യൽ കമ്മീഷനോട് പലതവണ ഇവർ അപേക്ഷിച്ചിരുന്നു, കാലി പിടിച്ചവരെ അപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നടപടിക്രമങ്ങൾ നടത്തരുത് എന്നുള്ളത്. ഇന്ന് കോടതി സമയം കഴിയുന്നതുവരെ ജുഡീഷ്യൽ കമ്മീഷൻ തുടരുകയോ അതിനുശേഷം ഇതിന്റെ റിവ്യൂവാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രദേശവാസികൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രദേശവാസികൾ ഇപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രതിരോധം മറികടന്ന് പോലീസ് അകത്ത് കയറിയിരിക്കുകയാണ്. അവരെ ജലപീരങ്കി ഉപയോഗിച്ച് മാറ്റിയ ശേഷം പോലീസ് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ശക്തമായ പ്രതിരോധം പ്രദേശവാസികളുടെ ഭാഗത്ത് ചെയ്തത്. എന്തായാലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഇന്ന് ഈ സമരരംഗത്തുള്ളത്. അവരാണ് ഈ സമരത്തിൽ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ആളുകൾ എല്ലാവരും ആ പ്രദേശത്ത് തന്നെ നിൽക്കുകയാണ്. പോലീസ് അകത്ത് കയറിയിട്ടുണ്ട്, അവരുടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. വീടുകളിൽ ഓരോന്നിലും നോട്ടീസ് എത്തിക്കുന്ന അടക്കമുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരീക്ഷകാവിൽ ഒരു സംഘർഷസമാനമായ സംഘർഷ സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. 18 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ഏകദേശം 150ഓളം ആളുകളാണ് ഈ കുടുംബങ്ങളിലായി ഉള്ളത്. അവർ ഇന്ന് രാവിലെ മുതൽ സമരരംഗത്തായിരുന്നു. ഇന്ന് അവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ ഒരുമിച്ച് സമരത്തിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇവർ പലർക്കായി മാറിയ സമയത്താണ് ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. സൈഫുന്നിസ, നമ്മൾ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ നിയമത്തിൻ്റെ സാധുത അർക്കം പരിഗണിച്ചുകൊണ്ട് അവിടെ കുടിയൊഴിപ്പിക്കൽ ഭീഷണിന് മുമ്പ് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാര്യത്തുകാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. സ്വകാര്യ വ്യക്തിയാണ് കോടതിയിൽ പോയ എതിർ പക്ഷത്തുള്ള ആളും. അപ്പോൾ ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഈ ഉന്നത നിവാസികൾ പ്രതീക്ഷിക്കുന്നത്? ഇന്നിപ്പോൾ ഇവരെ അവിടെ നോട്ടീസ് പതിപ്പിച്ച് നടപടി പൂർത്തിയാക്കുകയാണെങ്കിൽ അവർക്ക് ഒരു രാത്രി പോലും മുന്നോട്ട് തള്ളി നീങ്ങാൻ സ്വാഭാവികമായി അവിടുത്തെ ആ സാധാരണക്കാരനായ ആളുകൾക്ക് സാധിക്കില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഉന്നതിവാസികൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന്? ഈ പ്രദേശവാസികൾ രാവിലെ മുതൽ സമരരംഗത്തുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രതിരോധം മറികടന്ന് ഇപ്പോൾ ഈ പോലീസ് അകത്ത് കയറിയിരിക്കുകയാണ്. പ്രയോഗിച്ചുകൊണ്ടാണ് അകത്ത് കയറിയിരിക്കുന്നത്. 100 കണക്കിന് പോലീസിനെയായിരുന്നു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചിരുന്നത്. ഇന്ന് എന്തായാലും അകത്ത് കയറണം എന്ന നിലപാടിലായിരുന്നു രാവിലെ പോയ പോലീസ് എത്തിയെങ്കിലും പിന്നീട് ആത്മഹത്യാദീക്ഷ അടക്കം നിർത്തിയോടെ പോലീസ് പിൻവാങ്ങിയിരുന്നു. ഏറെ പേരും മാറിയിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഇപ്പോൾ പോലീസ് അവിടെ എത്തി വലിയ രീതിയിൽ ഈ പ്രദേശവാസികളെ ഇവിടെ നിന്ന് ഇപ്പോൾ പ്രദേശവാസികളെ ഇവിടെ നിന്ന് മാറ്റുകയും അവിടേക്ക് നടപടിക്രമങ്ങൾക്കായി അകത്തേക്ക് കയറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് വീടുകൾ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് നിലപാട്. ആ വീടുകൾ ഒഴിപ്പിക്കാനുള്ളതാണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ അവസ്ഥയത് വീടിനകത്തേക്ക് കയറാതിരിക്കാൻ ഈ ജനങ്ങൾ പ്രദേശവാസികൾ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളടക്കം പറഞ്ഞു നിലവിളിച്ചാണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടിയെ എതിർക്കുന്നത്. അവർ പ്രതിരോധിക്കുന്നത്